മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയ ചിന്താധാര പ്രകാരം സ്നേഹം, ബഹുമാനം, ആദരവ് ഇവയെല്ലാം മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഉദയം ചെയ്യേണ്ടതാണ്. പാശ്ചാത്യ ചിന്താധാര പ്രകാരം സ്നേഹം പൂർണ്ണമായും പ്രേമവും ബഹുമാനവും ആദരവും അതേപോലെ പൂർണ്ണമായും ബാഹ്യമായ പ്രകടനങ്ങളിലൂടെ കാണിക്കേണ്ടതാണ്. ഭാരതമെന്നും ആന്തരികമായ പരിവർത്തനത്തിനും പാശ്ചാത്യ രാജ്യങ്ങളെന്നും ബാഹ്യമായ പരിവർത്തനത്തിനും ഊന്നൽ കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്നേഹം, പ്രേമം, അത് പ്രത്യേകിച്ചും ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹവും പ്രേമവും, അത് വിവാഹത്തിന് ശേഷമുള്ളതോ വിവാഹത്തിന് മുമ്പുള്ളതോ ഏതായാലും ബാഹ്യ പ്രകടനങ്ങൾക്കാണ് പാശ്ചാത്യ ലോകം എന്നും മുൻതൂക്കം നൽകിയിരിക്കുന്നത്. ഭാരതം സ്നേഹവും പ്രേമവും ആന്തരികമായ നന്മയിലൂടെയാണ് അത് വിവരിക്കുന്നതും അനുഭവിക്കുന്നതും അനുഭൂതിയുടെ തലത്തിലെത്തിക്കുന്നതും. പാശ്ചാത്യമായ കാഴ്ചപ്പാടിലൂടെയുള്ളതാണ് വാലന്റൈൻസ് ഡേ. സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ദിവസമാണെന്ന് അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. വാലന്റൈൻ എന്ന് പറയുന്നൊരു വ്യക്തി, പല പല വ്യക്തികളുടെ പേരുകൾ വാലന്റൈൻ എന്ന തലക്കെട്ടിൽ തന്നെ വരുന്നുണ്ട്. വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന, ആഘോഷിക്കുന്ന ആ വാലന്റൈൻ യഥാർത്ഥത്തിൽ സെയിന്റ് വാലന്റൈൻ ആയിട്ട് പിന്നീട് പ്രഖ്യാപിക്കപ്പെടുകയാണ് ഉണ്ടായത്. സെയിന്റ്, വിശുദ്ധനായ വാലന്റൈൻ പാശ്ചാത്യ രീതി പ്രകാരം സ്ത്രീകളെയും പുരുഷന്മാരെയും തമ്മിൽ പ്രേമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കർമ്മവും ചെയ്ത ഒരു മനോരോഗിയാണ്. പട്ടാളക്കാർക്ക് സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുന്ന ആ മനോരോഗി ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് പ്രേമലേഖനം എഴുതുകയും അവരോടൊക്കെ പ്രേമം പ്രകടിപ്പിക്കുകയും അവരെ പലരെയും പ്രേമിക്കാൻ പ്രേരിപ്പിക്കുകയും എല്ലാം ചെയ്ത ആ വാലന്റൈൻ ഭാരതീയ വീക്ഷണപ്രകാരം തികച്ചും ജയിലിൽ അടയ്ക്കേണ്ട ഒരു മനോരോഗിയാണ്. ആ വ്യക്തിയുടെ മരണ ദിവസമാണ് ഫെബ്രുവരി മാസത്തില് 14, 15 തീയതികളിലെല്ലാം വാലന്റൈൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത്. ഇദ്ദേഹം റോമും മറ്റ് രാജ്യങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള യുദ്ധങ്ങളില് ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പട്ടാളക്കാർക്ക് രാത്രി വിശ്രമിക്കാൻ വേണ്ടി അനവധി വേശ്യകളെയും മറ്റ് സ്ത്രീകളെയും എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന സ്ത്രീകൾക്ക് പ്രേമലേഖനങ്ങൾ എഴുതുകയും ആ പ്രേമലേഖനത്തിൽ വിശ്വസിച്ച് അതിനെ ഫോളോ ചെയ്ത് കുറേ സ്ത്രീകൾ ഇയാളുടെ പുറകെ വന്ന് പട്ടാളക്കാർക്ക് ചെന്ന് വീഴുകയും ചെയ്യുന്ന ആ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രേമത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ട് പാശ്ചാത്യ വീക്ഷണപ്രകാരം വാലന്റൈൻ എന്ന വ്യക്തി ആയിത്തീർന്നത്. അന്ത്യത്തില് അനവധി പെൺകുട്ടികൾക്ക് പ്രേമലേഖനം കൊടുത്ത ഈ വാലന്റൈൻ റോം ഭരിച്ചിരുന്ന ചക്രവർത്തിയുടെ മകൾക്കും പ്രേമലേഖനം കൊടുത്തു. ആ മകളെയും തന്റെ ഇംഗിതത്തിന് വഴങ്ങാൻ വേണ്ടി പ്രേരിപ്പിച്ചു. ആ ചക്രവർത്തിയുടെ മകളെയും ഇതേപോലെ വ്യഭിചാരിണിയെ പോലെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. അതെല്ലാം ബാഹ്യമായ പ്രേമത്തിന്റെയും സ്നേഹത്തിന്റെയും എല്ലാം പ്രകടനത്തിലൂടെ തന്നെ ആയിരുന്നു താനും. ചതിക്കാനോ വഞ്ചിക്കാനോ ഒരുപക്ഷെ ആയിരിക്കില്ല. പക്ഷേ ഈ മനോരോഗിയുടെ മാനസികാവസ്ഥ തന്നെ ഇപ്രകാരം ഭ്രാന്തമായ ബാഹ്യ പ്രേമത്തിന്റെയും പ്രകടനത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള വാലന്റൈനെ കുറിച്ച് ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ രാജകുമാരിയുടെ അച്ഛൻ ചക്രവർത്തി അറിയുകയും ആ ചക്രവർത്തി വാലന്റൈന്റെ തല അറുത്ത് അയാളെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ വാലന്റൈൻസ് ഡേ ഉണ്ടായത് എല്ലാ സ്ത്രീകൾക്കും പല പല പെൺകുട്ടികൾക്കും പ്രേമലേഖനം കൊടുത്ത് ബാഹ്യമായ പ്രേമ പ്രകടനത്തിനും അതിലൂടെ ഉണ്ടാവുന്ന നൈരാശ്യങ്ങൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ക്രേവ് ചെയ്യുന്ന
കുറെ പട്ടാളക്കാർക്ക് സ്ത്രീകളെ എല്ലാം എത്തിക്കാനും വേണ്ടി പ്രവർത്തിച്ച വാലന്റൈന്റെ ദുഷ്ചെയ്തികൾ അവസാനിച്ചത് ആ റോമാ ചക്രവർത്തി അയാളുടെ തല അറുത്ത് കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെ തല അറുത്ത ദിവസമാണ് ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. എനിക്ക് ഈ ക്ലാസ് കേൾക്കുന്ന, ഈ 10 മിനിറ്റ് സമയത്തെ പ്രഭാഷണം കേൾക്കുന്ന എൻ്റെ മുമ്പിലുള്ളവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വീട്ടില് ഇതേപോലെയുള്ള ഒരു മനോരോഗിയുടെ മരണ ദിവസം വാലന്റൈൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണമോ വേണ്ടയോ? നിങ്ങളുടെ മകളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും നിങ്ങളും ഈ ലോകത്തിലുള്ള അനവധി രാജ്യങ്ങൾക്ക് ഒരു കാരണവശാലും മാതൃകയാവാൻ പാടില്ലാത്ത വിധത്തില് പെൺകുട്ടികളെ ചതിച്ചും വഞ്ചിച്ചും പ്രേമത്തിന് വിധേയമാക്കുന്ന ആ വാലന്റൈൻസിന്റെ മരണ ദിവസത്ത് ആ പ്രേമ കാർഡുകൾ നൽകിയിട്ട് സന്ദേശങ്ങൾ അയച്ചിട്ട് പത്രമാധ്യമങ്ങളിലൂടെ സന്ദേശങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ച് നിങ്ങൾ ഈ നീചമായ ഒരു പ്രവർത്തനത്തെ അംഗീകരിക്കണമോ, അഭിനന്ദിക്കണമോ, അതില് ആസ്വദിക്കണമോ? നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഇതേപോലെയുള്ള കർമ്മത്തിന് വിധേയമാകണോ എന്ന് ചിന്തിക്കാൻ ഈ വാലന്റൈൻസ് ഡേയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രണാമം, നമസ്കാരം.